ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു വയനാടൻ ട്രാവലർ. ഇപ്പോൾ നമ്മൾ കുറേ ദിവസത്തിന് ശേഷം കേട്ടോ നമ്മളൊരു റൈഡ് പോകുന്നത്. ഇന്നിപ്പോൾ നമ്മുടെ റൈഡ് സൈക്കിളിലാണ്. സൈക്കിൾ എടുത്തിട്ടാണ് നമ്മൾ പോകുന്നത്. ഇവിടെ അടുത്ത് മേപ്പാടിയിൽ നിന്ന് കടൂർ പോകുന്ന വഴിക്ക് ചെറിയൊരു മല ഉണ്ട്. അപ്പോൾ ഇതിന് മുമ്പ് ഞങ്ങൾ അവിടേക്കൊരു ചെറിയ റൈഡായിട്ട് ഒരു ഈവനിങ് റൈഡ് പോയിരുന്നു. ആ സമയത്ത് അവിടെ ഭയങ്കര മിസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ തന്നെ വിചാരിച്ചതാണ് അവിടെ പോയിട്ടൊരു വ്ളോഗ് ചെയ്യണമെന്ന്. അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ മേപ്പാടിയിൽ നിന്ന് കടൂർ റൂട്ടിലേക്ക് കയറി. അവിടെ നിന്ന് കയറുമ്പോൾ തന്നെ ടീ പ്ലാന്റേഷനാണ്. അപ്പോൾ അതിൻ്റെ നടുവിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോയിട്ട് ഒരു ഇടത്തോട്ട് ഒരു വഴിയുണ്ട്. ആ വഴി വേണം പോകാൻ. അവിടെ നിന്ന് ചെറിയൊരു കയറ്റം വരുന്നുണ്ട്. അത് കയറി വേണം നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്ന വഴീൻ്റെ അവിടെ എത്താൻ. അവിടെ ഒരു ഗ്രൗണ്ട് വരുന്നുണ്ട്. അവിടെ നിന്ന് നമ്മൾ നേരെ മേലേക്ക് കയറുകയാണ് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് പോവാം. പോകുമ്പോൾ അടിപൊളി ഒരു ടീ പ്ലാന്റേഷൻ്റെ നടുവിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഓടുന്ന ബസ്സിന്റെ ചിരിക്കുന്ന പെണ്ണിന്റെ പുറകെ പോകരുത് സൂര്യ. പക്ഷെ ഞാൻ ഈ പെണ്ണിന്റെ പുറകെ പോവും. നിന്റെ ബോഡി മൊത്തം വീക്കാ. അതിനേക്കാൾ വീക്ക്നെസ് എനിക്ക് കുട്ടി. ഇത് ഇവിടുന്ന് നേരെ പോകുന്നത് കടൂർ, എലുമ്പിലേരി, ആനക്കുണ്ട്, ചോലമലയിലേക്കൊക്കെ പോകുന്ന റൂട്ടാണ്. നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റിലേക്കാണ് പോകേണ്ടത്. ഇത് ശരിക്കും ചൂരമല 5 റോഡിലേക്ക് കണക്ട് ചെയ്യുന്ന ആ റോഡാണ്. അപ്പോൾ നമുക്ക് പോവാം. അതിൻ്റെ സെൻറ്ററിലാണ് ഇത്. ആ കാണുന്ന കുന്നാണ് നമുക്ക് കയറേണ്ടത്. അപ്പോൾ എന്തായാലും നമുക്ക് പോയേക്കാം. എടാ, ബ്രേക്ക് ഇല്ലാത്തതാണ്. ജീവൻ വേണമെങ്കിൽ പോയിക്കോ. പശു മാറ് നിങ്ങൾ കേറട്ടെ. ദാസ കേറ്റ് ദാസ. അയ്യോ, നീ ഗിയറൊക്കെ പൊളിക്കുവോ? ചാട്ടാണ്. നീ തള്ളാൻ തുടങ്ങിയോ? അപ്പോൾ നമുക്ക് കയറേണ്ടത് ഈ കുന്നാട്ടോ. ഇതിൻ്റെ ടോപ്പിലാണ് അടിപൊളി വ്യൂ ഒക്കെ ഉള്ളത്. ഇപ്പോൾ കയറാനുള്ള വഴി ഇത് ഇവിടെ നിന്നാണ്. ഇതാണ് അങ്ങോട്ടേക്ക് കയറാനുള്ള വഴി. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിതാ വന്ന് നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടോ. ഇപ്പോൾ ഞങ്ങൾ അതിനോട് കയറി വരാൻ തുടങ്ങിയതാ. നമ്മുടെ ഇതിലാണ് റോഡ് പോകുന്നത്. ഇത് നെല്ലിമുണ്ട കടൂർ റോഡാണ്. അപ്പോൾ അവിടെ നിന്ന് ഇവിടെ ഒരു ഗ്രൗണ്ട് വരുന്നുണ്ട്. ഗ്രൗണ്ടിൻ്റെ അവിടെ നിന്നാണ് നമ്മൾ ഇങ്ങോട്ട് കയറേണ്ടത്. ഇതിലൊരു വഴിയുണ്ട്, 1-2 വഴിയുണ്ട്. അപ്പുറത്തൊക്കെ വഴിയുണ്ട്. അപ്പോൾ ഇത് കുറച്ച് അഡ്വഞ്ചർ ആയിട്ടുള്ള വഴിയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് സെലക്ട് ചെയ്തത്. അതിൻ്റെ അപ്പുറത്ത് കൂടെയുള്ള നേരെയുള്ള ഒരു വഴിയാണ് മേലെ കയറാൻ. കുറച്ച് അഡ്വഞ്ചറായിട്ട് പോകാൻ വിചാരിച്ചു. അങ്ങനെ ഈ വഴി കയറി. അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ നല്ല ഒരു ഹെവി കയറ്റം വരുന്നുണ്ട്. അപ്പോൾ കയറ്റം എത്തിയപ്പോഴത്തേക്കും ഞങ്ങൾ രണ്ടാളും നല്ല ക്ഷീണിച്ചു. കഴിഞ്ഞ വട്ടം വന്നപ്പോൾ ഇത് മൊത്തം ചവിട്ടി കയറ്റിയിരുന്നു. ഇപ്രാവശ്യം ആയില്ല. ഒരു 3/4 ഭാഗം എത്തിയപ്പോഴത്തേക്കും ക്ഷീണിച്ചിട്ട് പിന്നെ ഞങ്ങൾ ഉന്തിക്കയറ്റ് ചെയ്തത്. അത്രയും ഹെവി കയറ്റാണ്. അങ്ങനെ കയറി ഒരു കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഇവിടെ ഇരുന്നാണ്. ഇവിടെ നിന്നുള്ളൊരു വ്യൂ നോക്ക്. നമ്മുടെ നേരെ മുമ്പ് കാണുന്നത് ചെമ്പ്ര ഹിൽസാണ് കേട്ടോ. ചെമ്പ്ര ഹിൽസിൻ്റെ മേലവശം ഒരു കൂർപ്പ് പോലെയാണ്. പക്ഷേ അതൊക്കെ മഞ്ഞ് മൂടിയിട്ട് ഇപ്പം നമുക്ക് കാണുന്നില്ല. പിന്നെ അതിൻ്റെ താഴെ ഈ ഒരു വശത്തായിട്ട് എലുമ്പിലേരി എസ്റ്റേറ്റ്, എലുമ്പിലേരി റിസോർട്ടൊക്കെ അവിടെയാണ് വരുന്നത്. പിന്നെ അത് ഇങ്ങോട്ട് നോക്കുമ്പോൾ ഈ കാണുന്ന മല അരുണമലയാണ്. അതിൻ്റെ നേരെ ബേക്ക് കാണുന്നത് 900 കണ്ടി. പിന്നെ നമ്മൾ അങ്ങോട്ടേക്ക് നോക്കുമ്പോൾ ചൂരമല ഭാഗം, സൂചിപ്പാറ വാട്ടർഫാള്, പിന്നെ ചൂരമല, അട്ടമല, പുത്തുമല എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങൾ അവിടെയാണ്. അപ്പോൾ ഇവിടെ കുറച്ച് നേരം നമ്മളിവിടെ റെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഇനി മേലേക്ക് പോകും. മേലത്തെ വ്യൂ ഒക്കെ അടിപൊളിയാണ് കേട്ടോ. ഈ ഒരു ഏരിയ, ഇപ്പം ഞാൻ കാണിച്ചു തന്ന വ്യൂ, പിന്നെ അതിൻ്റെ അപ്പുറ സൈഡ് മണിക്കുന്നുമല, മുട്ടിൽമല, പിന്നെ ഇടയ്ക്കൽ കേവ് ഒക്കെ കൂടി കാണാൻ പറ്റുന്ന അടിപൊളി വ്യൂ ആണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ മേലേക്ക് പോയിട്ട് നമുക്ക് അടിപൊളി കിട്ടിക്കാച്ചി പ്ലേസാണ്.
ശരിക്കും ഞങ്ങൾ കഴിഞ്ഞ വട്ടം വന്ന് നമുക്ക് കയറിയ വഴി അപ്പുറത്ത് കൂടെ കേട്ടോ. ഇപ്രാവശ്യം ഇവനിതാ ഏതൊക്കെയോ കാട്ടുകൂടെയൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. എടേ വഴിയൊക്കെ ഉണ്ട് അവിടെ. കഴിഞ്ഞ വട്ടം വന്നപ്പോൾ നല്ലൊരു വഴി കൂടെയാണല്ലോ പോയത്. വഴി എത്തിയാ? എടാ പാമ്പൊക്കെ ഉണ്ടാവുമോ? എത്തിയാ? യെസ് യെസ് യെസ്. അയ്യോ, അത് നമ്മൾ വഴിയിലെത്തി. ഇത് ശരിക്കും താഴ്ന്ന് ഇങ്ങനെ കയറി വരുന്ന വഴിയാണ്. നല്ല വഴിയാണ്. ഞങ്ങൾ അതിൽ കയറാണ്ട് ഇതിൽ അഡ്വഞ്ചറായിട്ട് വന്നതാണ്. ഓ, വഴിയൊക്കെ നല്ല ഡേഞ്ചറാട്ടോ. ശരിക്കും ഒരാൾക്ക് നടന്നു പോകാനുള്ള വഴി മാത്രമേ ഉള്ളൂ. അതിലാണ് ഞങ്ങൾ സൈക്കിളും പിന്നെ ഞങ്ങൾ നടന്നു പോകുന്നത്. ഞങ്ങൾ നടന്ന് ഇവിടെ ചെറിയൊരു ഇല്ലിക്കൂട്ടുണ്ട്. ഇല്ലിക്കൂട്ടത്തിൻ്റെ അടുത്തെത്തി. കുറച്ച് സ്ഥലമുള്ളൂ. ഒരു 10-200 മീറ്റർ നമ്മൾ കാടിൻ്റെ ഉള്ളിൽ കൂടിയാണ് പോകുന്നത്. മുളങ്കാടാണ്. മുളയൊക്കെ വളർന്നു വരുന്നേ ഉള്ളൂ. അല്ലോ, ചെറിയ ചെറിയ മുളകളാണ്. ഇത് മുളകളുടെ പ്രത്യേകത അറിയോ? ഏറ്റവും വലിയ പുൽച്ചെടിയാണ് മുള. അതുകൊണ്ട് തന്നെ 12 വർഷം കൂടുമ്പോൾ ഈ മുളകളൊക്കെ ഉണങ്ങിപ്പോവും. അത് കഴിഞ്ഞ് പിന്നെ ഒരു 2-3 വർഷം കഴിയുമ്പോൾ അവിടെ വീണ്ടും മുളകൾ തെഴുത്ത് വരികയാണ് ചെയ്യുക. അങ്ങനെ ഇപ്പോൾ തെഴുത്ത് വന്ന മുളകളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇനി നമുക്കിതാ ഈ കാണുന്ന കുന്നാണ് കയറേണ്ടത്. ഇവിടുന്ന് കുറച്ച് ഹെവി കയറ്റാണ് കേട്ടോ. അപ്പോൾ സൈക്കിൾ തള്ളി തന്നെ കയറ്റണം. അവൻ ചവിട്ടുന്നുണ്ട്. എവിടം വരെ ചവിട്ടും നോക്കാം നമുക്ക്. അപ്പ് 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 പോട്ടെ. അയ്യോ, അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഇതിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട് ഇരിക്കുന്നത്. ഞങ്ങൾ കയറി വന്നിട്ട് ഇവിടെ കുറച്ച് നേരം. അപ്പോൾ ഇവിടുന്ന് അടിപൊളിയൊരു സ്കൈയൊക്കെ അടിപൊളിയായിരുന്നു. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ടൈം ലാപ്സൊക്കെ എടുത്ത് അങ്ങനെ റെസ്റ്റ് എടുത്തിരിക്കുകയാണ്. ഇപ്പോഴാണൊന്ന് റിലാക്സ് ആയത് കേട്ടോ. കാരണം ഹെവി കയറ്റാണ് നമ്മൾ കയറി വന്നത്. ഇതിന് മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു, ഇതിന് മുമ്പ് ഇവിടെ ഒരു വട്ടം വന്നിരുന്നു. ആ സമയത്ത് ഫുള്ള് മേഘം മഞ്ഞിറങ്ങിയിട്ട് നമുക്കിവിടെ ഒന്നും കാണൂലായിരുന്നു. ഈ ടീ പ്ലാന്റേഷനോ അല്ലെങ്കിൽ കുന്നുകളോ മലകളോ ഒന്നും കാണൂലായിരുന്നു. അതിൻ്റെ വിഷ്വൽസ് ഞാനിവിടെ ആഡ് ചെയ്യാം. ഇത് കഴിഞ്ഞിട്ട് അതിൻ്റെ വിഷ്വൽസ് വരും. അങ്ങനെ ഹെവി മഞ്ഞ് പറഞ്ഞാൽ ഹെവി മഞ്ഞ്. കുറുമ്പാലക്കോട്ട പോയപ്പോഴാണ് ഇതേപോലത്തെ ഒരു മഞ്ഞ് എനിക്കിവിടെ അതേപോലത്തെ ഒരു മഞ്ഞ് ഞാൻ വേറെ കണ്ടത്. അത് കഴിഞ്ഞ് ഇവിടെ വന്നിട്ടോ അത്രയും ഹെവി മഞ്ഞ് കാണുന്നത്. കാരണം നമുക്ക് തൊട്ടടുത്ത് നിൽക്കുന്ന ആളെപ്പോലും കാണുന്നില്ല എന്നൊരു അവസ്ഥ വരെ എത്തിയിരിക്കുന്ന അത്രയും മഞ്ഞായിരുന്നു ഇവിടെ. അപ്പോൾ അന്ന് ഞങ്ങൾ ജസ്റ്റ് വ്ളോഗ് ചെയ്യാൻ വേണ്ടി വന്നതെന്നല്ല, പക്ഷേ ക്യാമറ ഉണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ച് വിഷ്വൽസ് മാത്രം എടുത്തു വെച്ചു. കാരണം ഇവിടെ വന്ന് വ്ളോഗ് ചെയ്യുമ്പോൾ ഇടാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ വിഷ്വൽസും കൂടി കുറച്ച് വരും. സംഭവം എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? കളറല്ലേ? അടിപൊളി വ്യൂ ആണ്. ഇവിടെ കുറച്ച് മിസ്റ്റും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഒന്നും കൂടി വ്യൂ തകർത്തേനെ. അത് നിങ്ങൾക്ക് മറ്റേ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. എന്തായാലും സംഭവം കളറല്ലേ? സംഭവം ഒരു രക്ഷയില്ല കേട്ടോ. കിട്ടിക്കാച്ചി പ്ലേസ് ആണ്. കിട്ടിക്കാച്ചി പ്ലേസ് ഈവനിങ് ഒക്കെ വന്നിരിക്കാൻ പറ്റിയ അടിപൊളി സ്പോട്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ വന്നിട്ട് ആദ്യമായിട്ട് വ്ളോഗ് ചെയ്യുന്നത് ഞാനാണ് തോന്നുന്നത്. കാരണം അത്ര അധികം ആർക്കും അറിയില്ല. ഇവിടെ മേപ്പാടി തന്നെ ലോക്കലിലുള്ള ആർക്കും ഇത് അത്ര ഫേമസ് ആയിട്ട് അറിയില്ല. ഇവിടെ കുറച്ച് താഴെ വശത്ത് കുറച്ച് വീടുകളൊക്കെ ഉണ്ട്.
ഇവിടെ ഒരു ഗ്രൗണ്ടും വീടൊക്കെ വരുന്നുണ്ട്. അവിടെ ഉള്ളവർ മാത്രമാണ് ഇങ്ങോട്ടേക്ക് വരൽ എൻ്റെ ഒരു അറിവിൽ. അപ്പോൾ ഇനി വയനാട്ടിലേക്ക് ആരെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ ഇവിടെയും കൂടി വന്നോ, നിങ്ങൾക്ക് ഒരു നഷ്ടവും വരില്ല. ഒരു ഹെവി സ്പോട്ടാണ്. ഇത്രയും അടിപൊളിയായിട്ട് ടീ പ്ലാന്റേഷനൊക്കെ കാണാൻ പറ്റുന്ന വേറൊരു സ്പോട്ട് ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല. എന്തായാലും വന്നാൽ നിങ്ങൾക്ക് അതിനുള്ളൊരു പ്രോഫിറ്റ് ഉണ്ടാവുമെന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു. നമ്മുടെ കടൂർ ചോലമല വാട്ടർഫാളിലേക്കൊക്കെ പോകുന്ന വഴിയാണ് ആ കാണുന്നത്. അപ്പോൾ അങ്ങോട്ടേക്കൊക്കെ പോകുമ്പോൾ ജസ്റ്റ് ഇങ്ങോട്ട് ഒന്ന് ഇറങ്ങിക്കോ ടൈം കിട്ടുകയാണെങ്കിൽ. അല്ലെങ്കിൽ ഇവിടെ വന്നതിന് ശേഷം ചോലമല വാട്ടർഫാളിലേക്ക് പോയാൽ മതി. അങ്ങനെയാണെങ്കിൽ ക്ഷീണിച്ചിരിക്കുന്ന സമയത്ത് ഒരു വാട്ടർഫാളിലൊരു കുളിയും കൂടി ആകുമ്പോൾ അടിപൊളിയായിരിക്കും, പൊളിക്കും സംഭവം. പിന്നെന്താ, അത്രയൊക്കെ തന്നെ അല്ലേ? അതെ. അയ്യോ, അന്ന് വന്നപ്പോൾ എന്തിയാതി മഞ്ഞായിരുന്നു അല്ലേ? എന്താ നമ്മുടെ സൈക്കിളൊക്കെ ഇവിടെ കിടക്കുന്നത്. എന്താ കുറച്ച് ആൾക്കാർ അവിടെ നിന്ന് കയറി വരുന്നുണ്ട്. ഇവിടെ ലോക്കലുള്ള ആൾക്കാരെ തോന്നുന്നു. ബാ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഇതിൻ്റെ മേലെ കയറി ഇരിക്കാൻ തുടങ്ങിയിട്ട് ഒരു 1.5 മണിക്കൂറായിട്ടോ. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് നാട്ടുകാരൊക്കെ വന്നു, കുറച്ച് ഒരു ഫാമിലിയാണ്, ഒരു ആളും പിന്നെ കുറച്ച് പിള്ളേരുമായിട്ട് വന്നു. അപ്പോൾ അവരാണ് നമുക്ക് ഈ സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞു തന്നത്. ഇത് അമ്പലക്കുന്ന് എന്നാണ് അറിയപ്പെടുന്നത്. ഞാൻ ആദ്യമായിട്ട് കേൾക്കാട്ടോ. ഞങ്ങൾ കടൂര് പോകുന്ന വഴിക്കുള്ളൊരു കുന്ന് അങ്ങനെയൊക്കെ പറയാറുണ്ടായിട്ടുള്ളൂ. എന്തായാലും പേര് കിട്ടി അമ്പലക്കുന്ന്. ഈ അമ്പലക്കുന്നിൽ വന്നിട്ട് ആദ്യമായിട്ട് വ്ളോഗ് ചെയ്യുന്ന ആൾ ഞാനാട്ടോ. അല്ലേ? അതിൻ്റെ ക്രെഡിറ്റ് എനിക്ക് വേണം, എനിക്ക് തന്നെ വേണം, വേറെ ആർക്കും കൊടുക്കില്ല. അപ്പോൾ ഇങ്ങോട്ടേക്ക് വരാനുള്ള വഴിയും കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. വന്ന മുതലാവുന്നൊരു സ്ഥലമാണ്, അടിപൊളി സ്ഥലമാണ്. നൈറ്റ് ഒരു എത്ര നേരം വേണമെങ്കിലും നമുക്ക് ഇവിടെ സ്പെൻഡ് ചെയ്യാം. ഇറങ്ങി പോകാൻ കുറച്ച് പാടുണ്ടെന്നുള്ളൂ. അതുകൊണ്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എത്ര മണി വരെ ആണെങ്കിലും ഇവിടെ ഇരിക്കാം. ഇനി മഞ്ഞൊക്കെ ഉള്ള സമയമാണെങ്കിൽ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരിക്കും. കിടുക്കാച്ചി പ്ലേസാണിത്. അപ്പോൾ ഇപ്പോൾ വെളിച്ചമൊക്കെ കുറഞ്ഞു തുടങ്ങി. ഇപ്പോൾ തന്നെ കുറച്ച് വീഡിയോ ക്ലാരിറ്റി കുറഞ്ഞിട്ടുണ്ടാകും, കാരണം വെളിച്ചം പോയതുകൊണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എങ്ങനെയുണ്ട്? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ കുറിക്കാൻ മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ അതിൻ്റെ അപ്പുറത്തുള്ള ബെല്ലൈക്കണും കൂടി ഓൾ ചെയ്തിടുക. നമ്മുടെ പുതിയ വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. ഇനി നമ്മൾ വയനാട്ടിലെ ഒരുവിധം ഹിഡൻ പ്ലേസുകളൊക്കെ പോയി എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണ്. അതിൻ്റെ പുറകിൽ വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്, അത് പിന്നെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ എന്തായാലും ഇന്നത്തേക്ക് ഇവിടെ നമ്മൾ വിട പറയുകയാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ.